We shall now discuss about time of flight, capital T in projectile motion. ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സാധനത്തിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ ഹൊറിസോണ്ടൽ ലെവലിലേക്ക് റിട്ടേൺ ചെയ്യാൻ എത്ര സമയം എടുക്കും അതിനെയാണ്. ഇപ്പോൾ ഇത് എക്സ് ആക്സിസ്, ദിസ് ഈസ് ദ വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ നിന്ന് എറിഞ്ഞു, ഇത് അതേ ലെവലിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നു, ആ സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം at a time t is equal to capital T, the displacement of the particle in the vertical direction. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയുണ്ട്, പക്ഷേ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് അതേ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റിട്ടേൺ ടു ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ആസ് ദ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. And at small t equal to capital T, displacement in y direction is 0. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ S is equal to ut plus half at square. ഇതിൻ്റെ y കമ്പോണൻ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് sy is equal to uyt plus half ayt square ആണ്. ഇതിൽ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് at ടൈം t is equal to capital T, sy becomes equal to 0. uy എന്ന് പറയുന്നത് u sin തീറ്റയാണ്. ആക്സിലറേഷൻ ay എന്ന് പറയുന്നത് മൈനസ് g ആണ്. ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ sy is 0 is equal to uy എന്നുള്ളത് u sin തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ T പ്ലസ് ഹാഫ് ay മൈനസ് g ആണ് ഇൻറ്റു ടി സ്ക്വയർ. സോ ഈ മൈനസ് ടേമിനെ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തു. സോ ഇറ്റ് ബിക്കംസ് ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ക്യാപിറ്റൽ ടി. അപ്പോൾ ഇതിൽ ഒരു ടി സ്ക്വയറിലും ഈ സൈഡിൽ ടിയും ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ക്യാപിറ്റൽ ടി ഈക്വൽ ടു ഈ 2 മുകളിലേക്ക് പോയി 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ഇങ്ങോട്ട് വന്നു. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തു. ടൈം ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പിന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഹാഫ് ജി ടി സ്ക്വയറും ഈ ഭാഗത്തെ ടിയും ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ടി ആണ്. അത് മാത്രം ഒരു ഭാഗത്ത് വയ്ക്കുക. ബാക്കിയുള്ള ടേംസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2u സൈൻ തീറ്റ ബൈ ജി ആണ് നമുക്ക് കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി ഇതിൽ ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ R. സോ വി നോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അല്ലെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എസ് എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. ഇനി ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അറ്റ് ടൈം സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ആർ എസ് എക്സ് എന്ന് പറയുന്നത് റേഞ്ചാണ്. ഇനി യു എക്സ് എന്താണ്? യു കോസ് തീറ്റ. സ്മോൾ ടി ക്യാപിറ്റൽ ടി ഇടണം. എ എക്സ് എന്നുള്ളത് നമുക്കറിയാം ഇറ്റ് ഈസ് 0. ആക്സിലറേഷൻ ഈ 0 ഇൻ ദ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷനും ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് എക്സിന് പകരം ആർ ഈസ് ഈക്വൽ ടു യു എക്സ് എന്നുള്ളത് യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് എ എക്സ് 0 ആയി അല്ലേ. ഇനി ക്യാപിറ്റൽ ടി നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കണ്ടുപിടിച്ചത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് ക്യാപിറ്റൽ ടി നേരത്തെ കണ്ടുപിടിച്ചത്? 2u sin theta by g. Okay, so it is
യു ഇൻറ്റു യു സ്ക്വയർ പിന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. വാട്ട് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. സോ ദ ഫോർമുല ഫോർ റേഞ്ച് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ എക്സ് കമ്പോണൻ്റ് എടുത്തു. ടൈം ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടിയിൽ എസ് എക്സ് റേഞ്ചാണ്. ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് ഈ ടേം ഇല്ല. പിന്നെ ബാക്കിയുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സൈൻ 2 തീറ്റ എന്ന് വരും അല്ലേ ഇത്. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി നമുക്ക് റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതായത് സൈൻ 90 ആണ് മാക്സിമം വാല്യൂ 1 എന്ന് വരുന്നത്. സോ ആർ മാക്സിമം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 90 ഡിവൈഡഡ് ബൈ ജി. ദാറ്റ് ഈസ് സൈൻ 90 ഈസ് 1 യു സ്ക്വയർ ബൈ ജി. ഇതാണ് ഒരു സാധനത്തിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന മാക്സിമം റേഞ്ച്. ഇനി ആ സമയത്ത് 2 തീറ്റ നമ്മൾ എത്രയാണ് എടുത്തത്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ് ഇത് മാക്സിമം ദൂരത്തേക്ക് പോവുക? 90 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ മാക്സിമം റേഞ്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഏത് ആംഗിളിൽ എറിയണം? 45 ഡിഗ്രി ആംഗിളിൽ എറിയുമ്പോഴാണ് റേഞ്ച് നമുക്ക് മാക്സിമം കിട്ടുക. അപ്പോൾ ജാവലിൻ ത്രോ, ഹാമർ ത്രോ തുടങ്ങിയ ഐറ്റംസിൽ 45 ഡിഗ്രിയിലാണ് എറിയുന്നത് അല്ലേ? സ്പോർട്സ്മാൻ എറിയുന്നത് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് അത് ഏറ്റവും ദൂരത്തേക്ക് പോകുന്നത്. ഇനി അതേപോലെ 2 ആംഗിൾസിൽ റേഞ്ച് ഒരേ ഇത് വരും. അതായത് തീറ്റ എന്നുള്ള ആംഗിളിലും 90 മൈനസ് തീറ്റ എന്നുള്ള ആംഗിളിലും റേഞ്ച് വിൽ ബി ദ സെയിം. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ 90 മൈനസ് തീറ്റ എന്നെടുക്കുകയാണെങ്കിൽ ഈ ഫോർമുല, റേഞ്ചിൻ്റെ ഫോർമുല യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് അല്ലേ? അപ്പോൾ സൈൻ 2 ഇൻറ്റു 90 മൈനസ് തീറ്റ. ശരിക്കും ഫോർമുല ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്നാണ് ഫോർമുല. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയാലും, അതായത് നമ്മളിപ്പോൾ 30 ഡിഗ്രിയിൽ ഒരു സാധനം എറിഞ്ഞു, 90 മൈനസ് 30 60 ഡിഗ്രിയിൽ എറിഞ്ഞാലും 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഇത് ഒരേ ദൂരം ഒരേ റേഞ്ചിലേക്കാണ് പോവുക. അത് നോക്കാം. 2 ഇൻറ്റു തീറ്റയ്ക്ക് വരാൻ 90 മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ യു സ്ക്വയർ സൈൻ 180 മൈനസ് 2 തീറ്റ ബൈ ജി എന്ന് വരും അല്ലേ? ഇതിനെ സ്പ്ലിറ്റ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 90 180 മൈനസ് 2 തീറ്റ. അപ്പോൾ സൈൻ 180 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെയിം ആസ് സൈൻ 2 തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ചിൻ്റെ ഫോർമുല സെയിം ആണ്. തീറ്റ ആംഗിളിൽ നമ്മൾ സാധനത്തിന് എറിഞ്ഞാൽ, പ്രൊജക്റ്റ് ചെയ്താൽ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇനി തീറ്റയ്ക്ക് പകരം നമ്മൾ 90 മൈനസ് തീറ്റ ഇട്ടാലും അത് 180 മൈനസ് 2 തീറ്റ, സൈൻ 180 മൈനസ് 2 തീറ്റ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. സോ ദ റേഞ്ച് ഈസ് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പോൾ അറ്റ് ആംഗിൾസ് at theta and 90 minus theta, range is the same.